നിന്റെ കുഞ്ഞോളെ ഞാൻ കിട്ടിയില്ലെങ്കിൽ എന്റെ നരമ്പ മുറിക്കണോ? എന്റെ കൈന്റെ 3 ആള് കുടുങ്ങും. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ദേത്യം പറഞ്ഞ കയ്യിലെ നരമ്പൊടിക്കേ. എന്റെ പൊന്നാര വാപ്പേ, നിങ്ങൾ ദേത്ത ഇതൊക്കെ പറയുന്നത് താക്കനോടൊന്ന് പറയട്ടെ. എന്തെങ്കിലും തീരുമാനം ഞമ്മക്ക് എടുക്കാം. നിങ്ങൾ ഇങ്ങനെ പള്ളയെ പയിച്ച് കുത്തി ഇരുന്നിട്ട് ഓൻ തിന്നാണ്ടേയും കുടിക്കാണ്ടേയും നിന്നിട്ട് കാര്യം. പക്ഷെ ചോറ് നമ്മൾ തിന്നാ. ഞാൻ ചോറ് കൊണ്ട തരട്ടെ. ചോറ് തരാണ്ട് പെണ്ണുങ്ങളെ പോയാലോ? നിന്റെ പെണ്ണുങ്ങളോ? എനിക്ക് ശേഷം പേടിയാ, പെണ്ണുങ്ങൾക്കും പേടിയാ. ഓർക്കും തന്നെ ഇപ്പൊ നിങ്ങളെ കളിയാ. നിങ്ങളെ കളി ദേത്തൊക്കെ രൂപത്തിലാ പെരിയാന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മതി. ഓടി ചോറല്ലേ ഞാൻ തരും നിങ്ങൾക്ക്. ഈ പെണ്ണുകൾ ഇന്റെ പറയാ ഓർമ്മ ാണ് ഇങ്ങനെ ജയപ്രൈസ് അയച്ചത്. എന്താ ചെയ്യേണ്ടി എനിക്കറിയാം. ഹലോ കാകെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. വാപ്പനോട് എന്തൊക്കെയോ ദേഷ്യം പിടിച്ചെന്നായി വാതിലടിച്ചത്. ബ്ലേഡ് എടുത്ത് മുറിക്കൂന്നൊക്കെ പറഞ്ഞേ. നിങ്ങൾ വേഗം കൂടി വാ. എന്തോ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ വിഷയമാണ് കേട്ടോ. വേണ്ട ജീവിക്കുകയാണെങ്കിൽ ഓലപ്പരം, മരിക്കുകയാണെങ്കിൽ ഓലപ്പരം. മുറിക്കാത്ത സമയത്ത് മുറിഞ്ഞില്ല, ഞാൻ മുറിക്കലുമില്ല. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. എന്താക്കിയല്ല പഠിച്ച ബാപ്പന്റെ എടുങ്ങേറ് തീരത്. അതൊരു എടുങ്ങേറെ മാറി. നിന്റെ കുഞ്ഞോള് വരാണ്ട് ഞാൻ പാല് വെക്കൂല. അവരെന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. ശരിയായി തരാക്കാൻ ഭയപ്പെടുത്താതെ പറഞ്ഞിട്ട് റെഡി ആക്കാൻ പറഞ്ഞു. നിങ്ങളോ ചെയ്യലിട്ടോ, ഒന്ന് തുറന്നു നോക്കി. ഞാൻ ഓടാ എന്നെ കിട്ടിയില്ല. ഇങ്ങനെ കിട്ടി വിളിച്ചതാണല്ലോ. വേറെ ഞാൻ വിളിച്ചോ ആ ഫോണുണ്ടാ ഫോണാടാ നിങ്ങൾ വെച്ചേ. ഞാൻ ആദ്യം പോയി നോക്കട്ടെ. തുറക്കി അല്ലടാ ഈ ഓനെ വിളിച്ചെത്തിയോ? ഓനെ വിളിച്ചിട്ടാണ്ട് നിൽക്കോ? ഈ എടുക്കാറൊക്കെ ഉണ്ടാക്കിയല്ലേ നിങ്ങള്? നിങ്ങൾ ഞങ്ങളെ കുഞ്ഞോളൊന്ന് വിളിച്ചു നോക്കിയാൽ പഠിച്ചോനാ കുഞ്ഞോളൊന്ന് എടുത്ത് കിട്ടിച്ചാ മതി. കുഞ്ഞോളെ സ്വസ്ഥായിട്ട് വിളിച്ചേ. കാന്ത വിളിക്കുന്നുണ്ടില്ലേ ഒരു ഉറപ്പില്ലാണ്ട്. പിന്നെ അടിക്കുന്നു. മനസാക്ഷി ഇല്ലാത്തൊരു സാധനം. ഞാനെടുക്കൂല. വേറെ പണിയൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, എടുക്കണോ? എടുത്തിട്ട് ചോദിക്കാം എന്താ കാര്യം. ഹലോ